കര കൊണ്ട് കരയിട്ട് മലർ കൊണ്ട് കുറിത്തൊട്ട് മലയാള തറവാടിന്നൊരുങ്ങുമല്ലോ. ദൂരെ തിരുവോണ തിരുനാളിൽ തിളങ്ങുമല്ലോ. കര കൊണ്ട് കരയിട്ട് മലർ കൊണ്ട് കുറിത്തൊട്ട് മലയാള തറവാടിന്നൊരുങ്ങുമല്ലോ. ഇന്നൊരുങ്ങുമല്ലോ. അകലത്താണെങ്കിലും അവിടത്തെ പാട്ടിൻ്റെ മൃദുതാളം വിരൽ തുമ്പിൽ കുടിക്കുന്നുണ്ട്. അകലത്താണെങ്കിലും അവിടത്തെ പാട്ടിൻ്റെ മൃദുതാളം വിരൽ തുമ്പിൽ തുടിക്കുന്നുണ്ട്. പുഴ നീന്തി വരുന്ന കാറ്റേ, കേറി വരുന്ന കാറ്റേ, പുഴ നീന്തി വരുന്ന കാറ്റേ, മല കേറി വരുന്ന കാറ്റേ, തിരുവോണ സുഗന്ധമെൻ മനസ്സിലുണ്ട്. ഒരു മലയാള മറുകെൻ്റെ കരളിലുണ്ട്. കര കൊണ്ട് കരയിട്ട് മലർ കൊണ്ട് കുറിത്തൊട്ട് മലയാള തറവാടിന്നൊരുങ്ങുമല്ലോ. ദൂരെ തിരുവോണ തിരുനാളിൽ തിളങ്ങുമല്ലോ. കര കൊണ്ട് കരയിട്ട് മലർ കൊണ്ട് കുറിത്തൊട്ട് മലയാള തറവാടിന്നൊരുങ്ങുമല്ലോ. ഇന്നൊരുങ്ങുമല്ലോ. കുഞ്ഞൂട്ടാ, കുഞ്ഞൂട്ടാ, കുഞ്ഞൂട്ടൻ എവിടെ? കുഞ്ഞൂട്ടാ, മോനെ, കുഞ്ഞൂട്ടാ, നമ്മുടെ കുഞ്ഞൂട്ടനെ കാണുന്നില്ലല്ലോ. അവൻ എവിടെ പോവാനാ? ഇപ്പോൾ ആ തത്തക്ക് തീറ്റ കൊടുത്തോണ്ടിരുന്നതാണല്ലോ. പുറകിലെവിടെയെങ്കിലും കാണും. കുഞ്ഞൂട്ടാ, മോനെ, കുഞ്ഞൂട്ടാ. മുത്തശ്ശനെയും മുത്തശ്ശിയെയും പറ്റിക്കാൻ എന്താണൊരു വഴി? ആ കാണുന്ന കുട്ടയ്ക്കുള്ളിൽ കയറിക്കൂടാം. കുഞ്ഞൂട്ടാ, മോനെ, കുഞ്ഞൂട്ടാ. ഇവൻ ഇതെവിടെ പോയി? എങ്ങും കാണുന്നില്ലല്ലോ. മോനെ, കുഞ്ഞൂട്ടാ, എന്റെ മോനിതെവിടെ പോയി? ഇപ്പൊ കുട്ടികളെ പിടിക്കുന്ന കള്ളന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നാ കേട്ടത്. എന്റെ ദേവിയേ. നീ വേണ്ടാത്തൊന്നും പറയാതെ. ബോംബെന്ന് എന്റെ മോൻ ഇവിടെ വന്നത് തൊട്ട് ഈ വീടിന് എന്തൊരുണർവായിരുന്നെന്നോ. എന്റെ മോൻ ഇതെവിടെ പോയി? കുഞ്ഞൂട്ടാ, കുഞ്ഞൂട്ടാ. പറ്റിച്ചേ മുത്തശ്ശിയെയും മുത്തശ്ശനെയും ഞാൻ പറ്റിച്ചേ. ഹോ, ഞങ്ങള് പേടിച്ചു പോയല്ലോ മോനെ. ഈ കുഞ്ഞൂട്ടന്റെ ഒരു കാര്യം ശരിക്കും അടി കിട്ടാത്തതിന്റെ കുറവാ നിനക്ക്. രാവിലെ ഇട്ട ഈ കുപ്പായം അപ്പടി വൃത്തികേടായിരിക്കുന്നു.
എന്റെ മോനെ വഴക്ക് പറയുകയാണോ നിങ്ങൾ? ഈ പ്രായത്തിൽ ഇത്തിരി കുസൃതിയൊക്കെ വേണം. മുത്തശ്ശിയുടെ മോൻ വാ, കുളിപ്പിച്ച് പുതിയ ഉടുപ്പെല്ലാം ഇട്ടുതരാം. കുഞ്ഞൂട്ടാ, മോൻ ഇവിടെ വാ. എന്താ മുത്തശ്ശ? ആ, എന്റെ മോൻ സുന്ദരനായിരിക്കുന്നല്ലോ. മുത്തശ്ശൻ എനിക്കൊരു കളിപ്പാട്ടം ഉണ്ടാക്കി തരുമോ? എന്റെ മോനിങ്ങടുത്തു വാ. ഞാൻ കുഞ്ഞൂട്ടന് കളിപ്പാട്ടവും മറ്റെന്തു വേണമെങ്കിലും ഉണ്ടാക്കി തരാം. മോനെ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നാളെ മുത്തശ്ശന്റെ ജന്മദിനമാണോ? അല്ലേ അല്ല, നാളത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. നാളെ അത്തമാണ്. നാളെ മുതൽ മുറ്റത്ത് പൂയിടണം. അങ്ങനെ 10-ാം നാളാകുമ്പോൾ തിരുവോണമാണ്. അന്നാണ് നല്ലവനായ മഹാബലി തമ്പുരാൻ നമ്മളെയൊക്കെ കാണാൻ വരുന്ന ദിവസം. മാവേലി തമ്പുരാൻ നമ്മളെയൊക്കെ കാണാൻ വരുമെന്ന് പറയുന്നത് സത്യമാണോ മുത്തശ്ശ? ആ, തീർച്ചയായും വരും. നാളെ മുതൽ നാടും നഗരവുമെല്ലാം ഓണത്തിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. കുഞ്ഞുകുട്ടനറിഞ്ഞില്ലേ, കുഞ്ഞുകുട്ടനറിഞ്ഞില്ലേ, കുന്നു കേറി വന്നോണമെത്തി, മഞ്ഞു വീണ വഴിയിലെല്ലാം പൊന്നു പൂക്കുന്ന കാലമായി. കുഞ്ഞുകുട്ടനറിഞ്ഞില്ലേ, കുന്നു കേറി വന്നോണമെത്തി, മഞ്ഞു വീണ വഴിയിലെല്ലാം പൊന്നു പൂക്കുന്ന കാലമായി. മുത്തശ്ശൻ കുഞ്ഞായിരുന്നപ്പം അത്തപ്പൂവിട്ടിരുന്നു, അന്നോണമുണ്ടായിരുന്നു. മുത്തശ്ശൻ കുഞ്ഞായിരുന്നപ്പം അത്തപ്പൂവിട്ടിരുന്നു, അന്നോണമുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ഓണം പൊന്നോണം, ഇന്നത്തെ ഓണം കുഞ്ഞോണം. പൊന്നോണപ്പൂ പറനിറയെ കുഞ്ഞോണപ്പൂ കുമ്പിൾ മാത്രം. അന്നത്തെ ഓണം പൊന്നോണം, ഇന്നത്തെ ഓണം കുഞ്ഞോണം. പൊന്നോണപ്പൂ പറനിറയെ കുഞ്ഞോണപ്പൂ കുമ്പിൾ മാത്രം. മുത്തശ്ശൻ കുഞ്ഞായിരുന്നപ്പം ഓണത്തപ്പൻ വന്നിരുന്നു, ഈ ഓണത്തപ്പനാരാണോ? മുത്തശ്ശൻ കുഞ്ഞായിരുന്നപ്പം ഓണത്തപ്പൻ വന്നിരുന്നു,
ഓണത്തപ്പൻ കുടവയറൻ ഓലക്കുടയുമെടുത്തു വരും. അരയിൽ കസവിൻ പൊന്നാട, മാറിൽ നിറയെ പൂമാല, കാതിൽ മിന്നും കുണ്ടലവും, കാലിൽ ചന്ദനമെതിയടിയും, വിരലിൽ മിന്നും മോതിരവും, ചൊടിയിൽ വിരിയും പുഞ്ചിരിയും. ഓണത്തപ്പൻ കുടവയറൻ മാനം മുട്ടും മാതിരിയിൽ. മുത്തശ്ശാ മുത്തശ്ശാ ഓണത്തപ്പന് നാലും ചേർന്നൊരു സദ്യ വേണ്ടി, നാല് നാലും ചേർന്നൊരു സദ്യ വേണ്ടി. മുത്തശ്ശാ മുത്തശ്ശാ ഓണത്തപ്പന് നാലും ചേർന്നൊരു സദ്യ വേണ്ടി, നാല് നാലും ചേർന്നൊരു സദ്യ വേണ്ടി. ഓണത്തപ്പന് വയർ നിറയാൻ കേമമായൊരു സദ്യ വേണം. അടുക്കളയ്ക്കകത്താകെ സദ്യവട്ടം, ഉരുളിയിലെരി ഒരു വറവുഘോഷം, കറുമുറു വറുത്ത കായുപ്പേരി മുറിക്കുന്നു വറുക്കുന്നു മുത്തശ്ശി. ചെറുചെണ്ട കണക്കുള്ള പഴം നുറുക്ക്, വലിയ പപ്പടം പഴം ഇല നിറച്ച്, കാളനോലൻ തോരൻ പോരാ പൊടിത്തുവലും, കാണാനേറെ അഴകുള്ളൊരെലിശ്ശേരി, പരിപ്പവിയലും നെയ്യും തുമ്പച്ചോറും, കൊതിയൂറും മട്ടിലൊരു ഇഞ്ചിത്തൈരും, പരിപ്പട പ്രഥമന്റെ മധുരക്കളി, കറികൾ 101 കൂടി തിരുതകൃതി, കറികൾ 101 കൂടി തിരുതകൃതി. മുത്തശ്ശാ മുത്തശ്ശൻ കുഞ്ഞു കുട്ടന് ഓണസമ്മാനം എന്തു തരും, ഇന്നോണ സമ്മാനം എന്തു തരും. മുത്തശ്ശാ മുത്തശ്ശൻ കുഞ്ഞു കുട്ടന് ഓണസമ്മാനം എന്തു തരും, ഇന്നോണ സമ്മാനം എന്തു തരും. ഉണ്ണിക്കുട്ടന് ഉണ്ണിക്കുമ്പ പൊതിഞ്ഞു കെട്ടാൻ പൊൻകസവിട്ടൊരു പാവുമുണ്ട്. ഉണ്ണിക്കുമ്പ പൊതിഞ്ഞു കെട്ടാൻ പൊൻകസവിട്ടൊരു പാവുമുണ്ട്. ഉണ്ണി കൈ കൊണ്ട് താളമിടാൻ പൊൻമുള കൊണ്ടുള്ള ഓണവില്ല്. ഉണ്ണി കൈ കൊണ്ട് താളമിടാൻ പൊൻമുള കൊണ്ടുള്ള ഓണവില്ല്. പൊന്നോണമുറ്റത്ത് പൂനിരത്താൻ നല്ലോല പൂക്കൂട പൂനിറച്ച്, കണ്ണാടി മിന്നുന്ന പൂങ്കവിളിൽ പഞ്ചാരയുമ്മയും തേൻ തളിച്ച്, കണ്ണാടി മിന്നുന്ന പൂങ്കവിളിൽ പഞ്ചാരയുമ്മയും തേൻ തളിച്ച്. കുഞ്ഞുകുട്ടനറിഞ്ഞില്ലേ കുന്നു കേറി വന്നോണമെത്തി, മഞ്ഞു വീണ വഴിയിലെല്ലാം പൊന്നു പൂക്കുന്ന കാലമായി. കുഞ്ഞുകുട്ടനറിഞ്ഞില്ലേ കുന്നു കേറി വന്നോണമെത്തി, കുന്നു കേറി വന്നോണമെത്തി, കുന്നു കേറി വന്നോണമെത്തി. ഓണത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. മുത്തശ്ശ, മാവേലി തമ്പുരാൻ എന്താ തിരുവോണ ദിവസം മാത്രം വരുന്നത്? അത് വലിയൊരു കഥയാണ് കുഞ്ഞോട്ടന്. ആ കഥ ഞാൻ പറഞ്ഞു തരാം. പണ്ട് കേരളം ഭരിച്ചിരുന്ന അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി. പിന്നീട് മഹാബലി യുദ്ധം ചെയ്ത് ഭൂമിയും ദേവലോകവും പിടിച്ചെടുത്തു.
അടിച്ചടക്കി. മഹാബലിയുടെ ഭരണകാലത്ത് കളവോ ചതിയോ ഉണ്ടായിരുന്നില്ല. എല്ലാവരും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയുമാണ് കഴിഞ്ഞത്. പിന്നീട് എന്ത് സംഭവിച്ചു മുത്തശ്ശ? ആ ഈ കാരണങ്ങൾ കൊണ്ട് ദേവന്മാർക്ക് മഹാബലിയോട് അസൂയ ഉണ്ടാവുകയും അങ്ങനെ മഹാവിഷ്ണു വാമനാവതാരമെടുക്കുകയും മഹാബലിയോട് 3 അടി മണ്ണ് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിട്ട് മഹാബലി 3 അടി മണ്ണ് വാമനന് കൊടുത്തോ മുത്തശ്ശ? പറയാം. ദാനശീലനായ മഹാബലി വാമനനോട് വേണ്ടത്ര മണ്ണ് അളന്നെടുത്തുകൊള്ളാൻ പറയുകയും ചെയ്തു. എന്നാൽ അല്പസമയത്തിനകം വാമനൻ ഭീമാകാരനായി രൂപം മാറുകയും തന്റെ കാൽപാദം കൊണ്ട് 1-ാമത്തെ അടി കൊണ്ട് ഭൂമിയും 2-ാമത്തെ അടി കൊണ്ട് സ്വർഗവും അളന്നെടുത്തു. 3-ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാതായപ്പോ അഭിമാനിയായ മഹാബലി തന്റെ ശിരസ് വാമനന് മുന്നിൽ വെച്ച് 3-ാമത്തെ അടി വെച്ചുകൊള്ളാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. പാവം മഹാബലി അല്ലേ മുത്തശ്ശ? പക്ഷേ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തും മുമ്പ് തന്റെ ഇഷ്ട പ്രജകളെ വർഷത്തിലൊരിക്കൽ കാണാൻ വേണ്ടി ഭൂമിയിലേക്ക് വരാൻ അനുമതി നൽകണമെന്ന് വാമനനോട് ആവശ്യപ്പെടുകയും അങ്ങനെ വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് വരാൻ അനുവാദം കൊടുക്കുകയും ചെയ്തു. ആ ദിവസമാണ് നമ്മൾ തിരുവോണമായി ആഘോഷിക്കുന്നത്. എനിക്ക് കൊതിയാവുന്നു മുത്തശ്ശ, പൂ പറിക്കാനും പൂക്കളമിടാനും. ഇപ്പോൾ ഇവിടെ ആരാണ് പൂവുകൾ തൊടിയിൽ നിന്നും പറിച്ചെടുക്കുന്നത്? എല്ലാവരും പൂക്കളും ഓണസദ്യയുമൊക്കെ കടകളിൽ നിന്നും വാങ്ങിക്കുകയല്ലേ ചെയ്യുന്നത്. പണ്ടായിരുന്നെങ്കിൽ അത്തം തൊട്ട് 10 ദിവസവും ഓട്ടമാണ്. തൊടിയിൽ നിന്നും പൂ പറിക്കാനുള്ള ഓട്ടം. അതൊക്കെ ഒരു കാലം. മുത്തശ്ശ, ഞാൻ നാളെ തൊടിയിൽ പോയി പൂക്കൾ പറിച്ചോട്ടെ? പിന്നെന്താ മോന്, നാളെ ഞാൻ പൂക്കൂടകൾ മെടഞ്ഞു തരാം. എന്താ? ഇന്ന് നേരെ ഏറെ വൈകി, പോയി കിടന്നുറങ്ങിക്കോളൂ. ചെല്ല്. മാവേലി തമ്പുരാൻ, മുത്തശ്ശൻ പറഞ്ഞ അതേ രൂപം. അതെ, ഞാൻ മഹാബലി. കുഞ്ഞൂട്ടൻ എന്നല്ലേ പേര്? എന്റെ പേര് കുഞ്ഞൂട്ടൻ എന്നാണെന്ന് എങ്ങനെ മനസ്സിലായി? എനിക്കെല്ലാം അറിയാം. മലയാളികൾ എന്റെ പ്രജകളല്ലേ. ഇവിടെ നടക്കുന്ന ഓരോ ചലനവും ഞാൻ മനസ്സിലാക്കാറുണ്ട്. പക്ഷേ പ്രജകളെ കാണാൻ കേരളത്തിലേക്ക് വരാൻ വർഷത്തിലൊരിക്കലേ എനിക്ക് അനുവാദമുള്ളൂ. ഇപ്രാവശ്യം എന്താ ഇത്ര നേരത്തെ? ഈ പ്രാവശ്യം പാതാളത്തിൽ നിന്നും പ്രത്യേക അനുമതിയെടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ മാവേലി അമ്മാവൻ തിരുവോണം വരെ ഇവിടെ ഉണ്ടാവുമോ? തീർച്ചയായും തിരുവോണം കഴിയുന്നതുവരെ ഞാൻ ഇവിടെ ഉണ്ടാകും. ശരി കുഞ്ഞൂട്ടാ, ഞാൻ ഇപ്പൊ പോട്ടെ, നാളെ കാണാം. മുത്തശ്ശ, എന്താ കുഞ്ഞൂട്ടാ? ഞാൻ ശരിക്കും മാവേലിയെ കണ്ടിരുന്നു. എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഓ, ഇവൻ എന്തോ സ്വപ്നം കണ്ടതാണ്. മോൻ കണ്ടത് സ്വപ്നമാണ്. ശരിക്കുള്ള മഹാബലിയെ അല്ല. മാവേലി തമ്പുരാൻ തിരുവോണ ദിവസമല്ലേ വരിക? മോനെ കുഞ്ഞുട്ടാ, ചായ കുടിക്കാൻ വാ. ഞാനിപ്പം വരാം. നമ്മുടെ മീനുത്തത്തയ്ക്ക് ഒന്നും കൊടുത്തില്ലല്ലോ. എനിക്ക് വിശക്കുന്നു, വേഗം എന്തെങ്കിലും തരൂ. ഇതാ ഒരു പഴം, വേഗം കഴിച്ചോ. ഞാനിപ്പോ വരാമേ. മോനെ കുഞ്ഞൂട്ടാ, വേഗം മുഴുവൻ ഭക്ഷണവും കഴിക്കുക. എനിക്ക് ഒറ്റ വയറല്ലേ ഉള്ളൂ, ഞാൻ വേണ്ടത് കഴിച്ചിട്ടുണ്ട്. ശരിയാ, എന്റെ മോൻ വേണ്ടത് കഴിച്ചിട്ടുണ്ട്.
മോന് മതിയായെങ്കിൽ എഴുന്നേറ്റോളൂ. മുത്തശ്ശ, ഞാനിനി കൂട്ടുകാരോടൊത്ത് പൂ പറിക്കാൻ പോയിക്കോട്ടെ. ആ ഞാനും വരാം മോനെ. നിങ്ങൾക്ക് മുട്ടുവേദനയുള്ളതല്ലേ? അവൻ പോയി വരട്ടെ. മോനെ, സൂക്ഷിച്ചു പോണേ. കുഞ്ഞൂട്ടാ, ദാ ഈ പൂക്കൂടെയും എടുത്തോളൂ. ശരി മുത്തശ്ശ, ഞാൻ വേഗം പോയി വരാം. കുഞ്ഞുട്ടാ കുഞ്ഞുട്ടാ, എവിടെ പോകുന്നു? എന്റെ മീനു, ഞാൻ പൂ പറിക്കാൻ തൊടിയിലേക്ക് പോവുകയാ. ഞാനും വരട്ടെ കുഞ്ഞുട്ടന്റെ കൂടെ. നിന്നെ തുറന്നു വിട്ടാൽ നീ രക്ഷപ്പെട്ടു പോയി കളയുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ കുഞ്ഞുട്ടനെ വിട്ട് എവിടെയും പോകില്ല. എന്റെ ഉറ്റ ചങ്ങാതിയില്ലേ കുഞ്ഞുട്ടൻ. എന്നാ ശരി, വാ. കുഞ്ഞൂട്ടാ, നീ ഇതെവിടെ പോകുന്നു? ഞാൻ പൂ പറിക്കാൻ തൊടിയിലേക്ക് പോവുകയാ. മുറ്റത്ത് പൂക്കളം ഒരുക്കണമെങ്കിൽ പൂവുകൾ വേണ്ടേ? അതിന് തിരുവോണം ഇന്നല്ലല്ലോ. അല്ല, ഇന്ന് അത്തമാണ്. അത്തം തൊട്ട് പൂക്കളമിട്ട് 10ാം നാളാണ് മഹാബലി തമ്പുരാൻ മലയാളികളായ പ്രജകളെ കാണാൻ വരുന്ന തിരുവോണം. ഇങ്ങനെ തൊടിയിൽ നിന്ന് പൂപ്പറിച്ച് സമയം കളയേണ്ട വല്ല കാര്യമുണ്ടോ? കടയിൽ നിന്നും വാങ്ങിച്ചാൽ പോരെ? മാവേലി തമ്പുരാൻ അതൊന്നും ഇഷ്ടാവില്ല. എന്നാൽ ഞങ്ങളും വരുന്നു നിന്റെ കൂടെ. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ. ഓണക്കാലത്തിന് എന്തൊരു പ്രത്യേകതയാണ്. എവിടെ നോക്കിയാലും മനോഹരമായ പൂക്കളും തുമ്പികളും. ശരിയാ. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ. കൂട്ടുകാരെ, ഞാൻ ഇന്നലെ മാവേലി അമ്മാവനെ കണ്ടിരുന്നു. ഇപ്രാവശ്യം അത്തം മുതലേ ഇവിടെ ഉണ്ടാവുമെന്ന് എന്നോട് പറഞ്ഞു. ഇവന്റെ ഒരു തമാശ. ഞങ്ങൾക്കൊക്കെ അറിയാം മാവേലി തമ്പുരാൻ തിരുവോണ ദിവസമാണ് വരുന്നതെന്ന്. പിന്നെ എങ്ങനാ നീ ഇന്നലെ കാണുക? കുഞ്ഞുട്ടാ, നീ എന്തിനാ വെറുതെ വിഷമിച്ചിരിക്കുന്നേ? മീനു, നീയെങ്കിലും ഒന്നെന്നെ വിശ്വസിക്കും. അവരാരും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. മാവേലി വന്നേ, മാവേലി വന്നേ, മാവേലി വന്നേ. കുഞ്ഞൂട്ടൻ എന്താ കൂട്ടുകാരിൽ നിന്നും മാറി ഇവിടെ നിൽക്കുന്നത്? എന്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കി മാവേലി അമ്മാവ. അവരോട് ഞാൻ മാവേലി തമ്പുരാനെ കണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ഒരുപാട് കളിയാക്കി. അത്രേയുള്ളൂ? അയ്യേ, മോൻ അതിനാണോ കൂട്ടുകാരുമായി പിണങ്ങിയിരിക്കുന്നത്? എന്താണ് നിങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത്? ഞാൻ മാവേലിയാണ്, സാക്ഷാൽ മഹാബലി, നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട മാവേലി. ഞങ്ങൾക്കൊരു തെറ്റുപറ്റി മാവേലി അമ്മാവ. ഞങ്ങൾ കുഞ്ഞുട്ടനെ വെറുതെ കളിയാക്കി. തെറ്റാർക്കും പറ്റാം, അത് നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഞങ്ങളെയും മാവേലി അമ്മാവന്റെ കൂടെ കൂട്ടില്ലേ? പിന്നെന്താ, നിങ്ങളല്ലേ ഈ മാവേലി അമ്മാവന്റെ ഇഷ്ട ചങ്ങാതിമാർ. വരൂ, നമുക്ക് ആ മരച്ചുവട്ടിൽ ഇരിക്കാം. മാവേലി അമ്മാവന് ജാലവിദ്യകളൊക്കെ അറിയാമോ? പിന്നെ എന്നാൽ ഞങ്ങൾക്ക് കുറച്ച് ബലൂണും മിഠായികളും ഉണ്ടാക്കി തരുമോ? അതാണോ വലിയ കാര്യം? ഇതാ നോക്കിക്കോളൂ. ഹായ് ഹായ്, മിഠായി, ബലൂൺ. ഹായ് ഹായ്, എത്ര മനോഹരമായ ബലൂണുകൾ. ഹോ, ഈ മാവേലി അമ്മാവൻ ഒരു അത്ഭുതം തന്നെ.
മാവേലി അമ്മാവനെ എന്തും ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമോ? അങ്ങനെയില്ല. പക്ഷേ നിങ്ങളെപ്പോലെ നിഷ്കളങ്കരായ കുട്ടികൾ എന്തു ചോദിച്ചാലും തരാതിരിക്കാൻ ഈ മാവേലി മാവന് കഴിയില്ല. മാവേലി അമ്മാവനെ ഈ നാടൊക്കെ ചുറ്റിക്കാണണ്ടേ? പിന്നെ ഇനി നമുക്കല്പം ഈ നാടൊന്നു ചുറ്റിക്കാണാം. വരൂ മക്കളെ. ഹായ്, എന്ത് മനോഹരമായ പട്ടങ്ങളാണ് അവരുടെ കയ്യിൽ. എന്ത് രസമായാണ് അവരത് പറത്തുന്നത്. എനിക്ക് കൊതിയാവുന്നു അതുപോലെ പട്ടം പറത്താൻ. ദേ നോക്കിക്കേ. ഹായ്, നല്ല ഭംഗിയുള്ള പട്ടങ്ങൾ. മാവേലി അമ്മാവനെ സമ്മതിച്ചിരിക്കുന്നു. എന്റെ പട്ടം ആകാശത്തേക്ക് പൊങ്ങിയല്ലോ. എന്റെ ഈ കുട്ടികൾ എത്ര സന്തോഷമായാണ് ജീവിക്കുന്നത്. ഹായ്, നല്ല രസമുണ്ട്. ആ, ഇനി എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. നിങ്ങളുടെ മാതാപിതാക്കൾ വീട്ടിൽ കാത്തു നിൽക്കുന്നുണ്ടാകും. ഇനി എപ്പോഴാ മാവേലി അമ്മാവനെ കാണാൻ കഴിയുക? എനിക്ക് മറ്റു പ്രജകളെ കാണേണ്ടതുണ്ട്. തിരുവോണ ദിവസം ഞാൻ തീർച്ചയായും കുഞ്ഞൂട്ടനെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ല താനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചിറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല മറ്റൊന്നുമില്ല മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ല താനും ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾക്കാനില്ല ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല നല്ലവരല്ലാതെ ഇല്ല പാരിൽ ഇല്ല പാരിൽ മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ല താനും ഈ പ്രാവശ്യം മുറ്റത്ത് പൂവിട്ടത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ആ, അതെന്തിന്റെ ഫലമാ? എന്റെ മോൻ കുഞ്ഞൂട്ടന്റെ മിടുക്ക അല്ലേടാ മോനെ. മുത്തശ്ശ, ഞാൻ കുറച്ചു നേരം കളിക്കാൻ പോയിക്കോട്ടെ? കുഞ്ഞുട്ടാ, വേഗം വരണേ. ഇത്ര നേരമായിട്ടും മാവേലി അമ്മാവനെ കാണുന്നില്ലല്ലോ. വരാതിരിക്കില്ല. നമുക്ക് കുറച്ചു നേരം കൂടി കാത്തിരിക്കാം. എന്താ
കുഞ്ഞൂട്ടന്റെ മുഖത്തൊരു ദുഃഖഭാവം. എത്ര നേരമായിരുന്നു മാവേലിയമ്മാവനെ ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് എല്ലാ സ്ഥലത്തും എത്തണ്ടേ മോനെ. വരൂ, സമയം കളയണ്ട, നമുക്ക് ഈ നാട്ടിലെ തിരുവോണ കാഴ്ചകൾ കാണാം. അയ്യോ, ഈ പ്ലേസ് ഓണക്കുശാലായി. ശോ, ഓണത്തിന് എല്ലാവരും കുടിച്ച് നശിക്കുകയാണല്ലോ. എന്റെ ഈ കേരളം ഇങ്ങനെ നശിച്ചു പോയല്ലോ. എന്റെ ഭരണകാലത്ത് എത്ര നല്ലതായിരുന്നു ഈ കേരളം. ഇങ്ങനെയാണെങ്കിൽ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരണ്ട എന്ന് തോന്നിപ്പോകുന്നു. വാ, നമുക്ക് മറ്റൊരിടത്തേക്ക് പോവാം. മാവേലിയമ്മാവനെന്താ ഒരു സന്തോഷവുമില്ലാത്തത്? നിങ്ങൾ കണ്ടതല്ലേ ഈ നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. മക്കളെ, ഞാൻ ഇനി പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും അനുസരിക്കുമോ? തീർച്ചയായും മാവേലിയമ്മാവ. എങ്കിൽ മദ്യപാനം, പുകവലി എന്നീ ദുശീലങ്ങൾ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നു എന്നല്ലാതെ മറ്റൊരു നേട്ടവും ഉണ്ടാക്കി തരുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം ശീലങ്ങൾക്ക് അടിമപ്പെടരുത്. കൂടാതെ ഇത്തരം ശീലങ്ങൾ തുടങ്ങിവെച്ചവരെ സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കി നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. പിന്നെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ നിങ്ങൾ ശക്തമായി പോരാടണം. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കാൻ നിങ്ങൾ ആരെയും അനുവദിക്കരുത്. എല്ലാവരും ജാതി മത ഭേദമന്യേ സൗഹാർദ്ദത്തോടെ കഴിയണം. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളിലൂടെ മറ്റൊരു മാവേലി നാട് ഞാൻ സ്വപ്നം കാണുന്നു. നിങ്ങൾക്കതിന് കഴിയും. നിങ്ങൾക്ക് മാത്രമേ അതിന് കഴിയൂ. ഈ നാടിന്റെ ഭാവി നിങ്ങളുടെ കൈകളിലാണ്. ഞങ്ങൾ മാവേലിയമ്മാവൻ പറയുന്നത് പോലെ ജീവിക്കും. എനിക്ക് സന്തോഷമായി മക്കളെ. മാവേലിയമ്മാവന് സന്തോഷമുണ്ടാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് അങ്ങ് തെക്കേ കരയിൽ വള്ളംകളി നടക്കുന്നുണ്ട്. ആഹാ, എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാം. എന്താ? തെക്കേക്കര തേടിപ്പോം തോണി, തൃക്കാക്കര തേടും പൂന്തോണി, കര തേടും തോണി, തോണിത്തുഴ നീളയോളം ഓളം, തിര കൊണ്ടൊരു താളം മേളം, തുടികൊട്ടിപ്പാടാൻ വാ. തെക്കേക്കര തേടിപ്പോം തോണി, തൃക്കാക്കര തേടും പൂന്തോണി. ചിറ്റോളം വിടരുന്നു ചിങ്ങക്കാറ്റൂതുന്നു, ചിറ്റോളം വിടരുന്നു ചിങ്ങക്കാറ്റൂതുന്നു, പുഴമേലെ പതയും നുരയും വലനെയ്യും കടലിൻ കരവും, നുരമേലെ അലയും അലയും അലമേയിൽ ഇഴയും കുളിരും, അലമേലെ അത്തപ്പൂന്തിര എഴുതും പൂക്കളവും. തെക്കേക്കര തേടിപ്പോം തോണി, തൃക്കാക്കര
തൃക്കാക്കര തേടും പൂന്തോണി. കാറ്റാടും കടലാടും ഇടനെഞ്ചിൽ തിറയാടും, കാറ്റാടും കടലാടും ഇടനെഞ്ചിൽ തിറയാടും. തുടികൊട്ടും പാട്ടും കൂത്തും ഉടലാകെ കുത്തും കാറ്റും, പദമാടും കൈയും മെയ്യും തലമേലെ തെളിയും മുകിലും. ഇനിയോണം പുഷ്പരഥത്തിൽ വരവായി തിരുവോണം. തെക്കേക്കര തെക്കേക്കര തേടിപ്പോം തോണി, തൃക്കാക്കര തേടും പൂന്തോണി. കര തേടും തോണി, തോണിത്തുഴ നീളയോളം ഓളം. തിര കൊണ്ടൊരു താളം മേളം, തുടികൊട്ടിപ്പാടാൻ വാ. തെക്കേക്കര തേടിപ്പോം തോണി, തൃക്കാക്കര തേടും പൂന്തോണി. കുട്ടികളെ, എനിക്ക് അനുവദിച്ച സമയം കഴിയാറായി. ഇനി പാതാളത്തിലേക്ക് തിരിച്ചു പോവേണ്ടതുണ്ട്. അപ്പോൾ മാവേലിയമ്മാവൻ ഞങ്ങളെയൊക്കെ വിട്ട് തിരിച്ചു പോവുകയാണോ? അപ്പോൾ മാവേലിയമ്മാവൻ എന്നാ തിരിച്ചു വരിക? ഈ നാടിന്റെ ദുരവസ്ഥ കണ്ട് എനിക്കിനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ മടുപ്പ് തോന്നിപ്പോകുന്നു. ഇനി മുതിർന്ന ആൾക്കാരിൽ പ്രതീക്ഷയർപ്പിച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള വളർന്നുവരുന്ന പുതിയ തലമുറയിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. നിങ്ങളെല്ലാവരും ചേർന്ന് ആ പഴയ മാവേലി നാട് തിരിച്ചു കൊണ്ടുവരുമെന്ന് എനിക്കുറച്ച വിശ്വാസമുണ്ട്. അതിനായി നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അങ്ങനെയുള്ള ആ നന്മകൾ മാത്രം നിറഞ്ഞ നാട്ടിലേക്ക് തിരിച്ചു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമായി കുട്ടികളെ. ഇനി ഞാൻ തിരിച്ചു പോയിക്കൊള്ളട്ടെ. കര കൊണ്ട് കരയിട്ട് മലർ കൊണ്ട് കുറിതൊട്ട് മലയാള തറവാടിന്നൊരുങ്ങുമല്ലോ. ദൂരെ തിരുവോണ തിരുനാളിൽ തിളങ്ങുമല്ലോ. കര കൊണ്ട് കരയിട്ട് മലർ കൊണ്ട് കുറിതൊട്ട് മലയാള തറവാടിന്നൊരുങ്ങുമല്ലോ. ഇന്നൊരുങ്ങുമല്ലോ. അകലത്താണെങ്കിലും അവിടത്തെ പാട്ടിന്റെ മൃദുതാളം വിരൽ തുമ്പിൽ കുടിക്കുന്നുണ്ട്. അകലത്താണെങ്കിലും
അവിടത്തെ പാട്ടിൻ്റെ മൃദുതാളം വിരൽ തുമ്പി തുടിക്കുന്നുണ്ട്. പുഴ നീന്തി വരുന്ന കാറ്റേ, മല കേറി വരുന്ന കാറ്റേ, പുഴ നീന്തി വരുന്ന കാറ്റേ, മല കേറി വരുന്ന കാറ്റേ, തിരുവോണ സുഗന്ധമിൻ മനസ്സിലുണ്ട്. ഒരു മലയാള മറുകന്റെ കരളിലുണ്ട്. കര കൊണ്ട് കരയിട്ട് മലർ കൊണ്ട് കുറി തൊട്ട് മലയാള തറവാടിന്നൊരുങ്ങുമല്ലോ. ദൂരെ തിരുവോണ തിരുനാളിൽ തിളങ്ങുമല്ലോ. കര കൊണ്ട് കരയിട്ട് മലർ കൊണ്ട് കുറി തൊട്ട് മലയാള തറവാടിന്നൊരുങ്ങുമല്ലോ. ഇന്ന്